ജനകീയ മഹാകവിയായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിരുന്നു. ഈ മഹാപ്രതിഭ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പഞ്ചായത്തിൽ കിള്ളിക്കുറിശി മംഗലം കരയിൽ കലക്കത്തു ഭവനത്തിൽ 1700 ആണ്ടിലായിരുന്നു ജനിച്ചത്. പിതാവ് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ സ്വദേശി വാസുദേവൻ നമ്പൂതിരിയായിരുന്നു. ഇദ്ദേഹം സഹോദരിമാരെ വേളി കഴിപ്പിച്ചു വിടുന്നതിന് ഇല്ലത്തു വകയില്ലാഞ്ഞ് പണസമ്പാദനത്തിനായി ഊരു ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ കിള്ളിക്കുറിശി മംഗലത്തും ചെല്ലുകയുണ്ടായി. അവിടുത്തെ പ്രശസ്തമായ ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നമ്പൂതിരി തൻ്റെ പണക്കിഴി കടവിൽ വെച്ചിട്ട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങി. കുളിയും തേവാരവും കഴിഞ്ഞ് കരയ്ക്കു കയറി നോക്കിയപ്പോൾ പണക്കിഴി കാണാനില്ലായിരുന്നു. ചില കാലികൾ അവിടെ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഹോ തേവരേ, നമ്മെ ചതിച്ചുവോ? നേടിയ ധനമെല്ലാം ആ കിഴിയിലായിരുന്നുവല്ലോ. കാലികൾ പണസഞ്ചിയും തിന്നിരിക്കുന്നോ? ദുഃഖിതനായ നമ്പൂതിരി ക്ഷേത്രത്തിരുനടയിൽ തൊഴുതു നിന്നുകൊണ്ട് തേവരോട് പരാതിപ്പെട്ടു. നമ്പൂതിരിയുടെ ഈ പരിദേവനം ക്ഷേത്രം ശാന്തിക്കാരനും തൊഴാനെത്തിയിരുന്ന കലക്കത്ത് നമ്പ്യാർ മഠത്തിലെ ദേവി നങ്ങ്യാരമ്മയും കേട്ടിരുന്നു. വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നങ്ങ്യാരമ്മയുടെ മനസ്സിൽ ആ നമ്പൂതിരിയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ദുഃഖമായിരുന്നു. വീട്ടുവളപ്പിൽ അല്പസ്വല്പം പച്ചക്കറി കൃഷി ചെയ്തിരുന്ന നങ്ങ്യാരമ്മ സമയം കിട്ടുമ്പോൾ പുറം പറമ്പിൽ കിടക്കുന്ന ചാണകം സംഭരിച്ചു കൊണ്ടുവരിക പതിവായിരുന്നു. പതിവ് പോലെ അന്നും അവർ ചാണകം വാരിയെടുക്കുന്നതിന് പാത്രവുമായിട്ട് ഇറങ്ങി. അന്ന് ക്ഷേത്രക്കുളക്കടവുകളിൽ പതിവിൽ കൂടുതൽ ചാണകം കിടപ്പുണ്ടായിരുന്നു. നങ്ങ്യാരമ്മ ചാണകം വാരിക്കൂട്ടുന്നതിനിടയിൽ എന്തോ ഘനമുള്ള ഒരു വസ്തു അവരുടെ കയ്യിൽ തടഞ്ഞു. അത് നമ്പൂതിരിയുടെ നഷ്ടപ്പെട്ട പണസഞ്ചിയായിരുന്നു. ഹൈ, ഈ പൈക്കളുടെ ഒരു കുറുമ്പേ! നമ്പൂരാരുടെ പണക്കിഴിയിലിട്ട് അവരുടെ ചാണകമിട്ടിരിക്കണു. പാവം നമ്പൂരാര് ഈ സൂത്രമുട്ട അറിഞ്ഞിരുന്നില്ല. അല്പം നർമ്മഭാവത്തോടെ നങ്ങ്യാരമ്മ മനസ്സിലോർത്ത് ചിരിച്ചു. പണക്കിഴി കഴുകി വൃത്തിയാക്കിയ അവർ അമ്പലനടയിൽ ദുഃഖത്തോടെ കുത്തിയിരുന്ന നമ്പൂതിരിക്ക് കൊടുത്തിട്ട് നടന്ന സംഭവം വിവരിച്ചു. നമ്പൂതിരിക്ക് സന്തോഷമായി. അദ്ദേഹം നങ്ങ്യാരമ്മയെ അനുഗ്രഹിച്ചു. സത്പുത്രൻ ഉണ്ടാകുമാറാകട്ടെ. വിവാഹപ്രായം കഴിഞ്ഞിരുന്നെങ്കിലും നങ്ങ്യാരമ്മ അവിവാഹിതയായിരുന്നു. ആ വിവരം ശാന്തിക്കാരനിൽ നിന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി ഒരു ശുഭമുഹൂർത്തത്തിൽ നങ്ങ്യാരമ്മയ്ക്ക് പുടവ കൊടുത്തു. ആ ദമ്പതികളുടെ സത്പുത്രനായിട്ടാണ് പിൽക്കാലത്ത് ഹാസ്യകലാ സാമ്രാട്ടായ കുഞ്ചൻ നമ്പ്യാർ ജന്മമെടുത്തത്.